ഇവിടെ ഒരാൾ തന്റെ ഓഫീസിലിരുന്ന് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അത്ഭുതപ്പെടുന്നു. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അയാൾ ആ ഭക്ഷണം അത്രയധികം ആസ്വദിച്ചു കഴിക്കുകയും ഒട്ടും ബാക്കി വെക്കാതെ പാത്രം കാലിയാക്കുകയും ചെയ്തു. അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഓഫീസിലെ എല്ലാ ലഞ്ച് ബോക്സുകളും ശേഖരിച്ച് തിരികെ വീട്ടിലെത്തിക്കാൻ ഡെലിവറി നടത്തുന്ന ആൾ അവിടെ എത്തുന്നു. യഥാർത്ഥത്തിൽ മുംബൈ പോലെ തിരക്കുള്ളൊരു നഗരത്തിൽ വീടുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനും തിരികെ പാത്രങ്ങൾ വീട്ടിലെത്തിക്കാനും പ്രത്യേക ആളുകളുണ്ട്. മഴയായാലും വെയിലായാലും അവർ ഭക്ഷണം കൃത്യമായി ആൾക്കാരിലെത്തിക്കുന്നു. ലഞ്ച് ബോക്സ് വീട്ടിൽ തിരികെ എത്തിയപ്പോൾ അത് തയ്യാറാക്കിയ അവൾക്ക് വലിയ സന്തോഷമായി. കാരണം പാത്രം പൂർണ്ണമായും കാലിയായിരുന്നു. അവളും ഭർത്താവും തമ്മിൽ വർഷങ്ങളായി അധികം സംസാരിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാണ് അവൾ അന്ന് അത്രയും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയത്. അന്ന് വൈകുന്നേരം ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അവൾ ചോദിച്ചു. എപ്പോഴത്തെയും പോലെ ആ കോളിഫ്ലവർ കറി തന്നെയായിരുന്നു എന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ അവൾ അന്ന് കോളിഫ്ലവർ ഉണ്ടാക്കിയിരുന്നില്ല. അതേസമയം ആ സ്ത്രീ ഉണ്ടാക്കിയ ഭക്ഷണം യഥാർത്ഥത്തിൽ കഴിച്ച അവൻ സാധാരണ ഭക്ഷണം വാങ്ങാറുള്ള ക്യാന്റീനിൽ ചെന്ന് ഇന്ന് ഭക്ഷണം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ളവർ അത് കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ ആരും അവരുടെ ഭക്ഷണത്തെ പുകഴ്ത്തിയിരുന്നില്ല. ആ സ്ത്രീയുടെ ലഞ്ച് ബോക്സ് മാറിപ്പോയി ഈ ആൾക്ക് ലഭിച്ചതാണെന്നും അവളുടെ ഭർത്താവിന് ക്യാന്റീനിലെ സാധാരണ കോളിഫ്ലവർ കറിയാണ് കിട്ടിയതെന്നും ഒടുവിൽ വ്യക്തമാകുന്നു. ഈ തെറ്റ് മനസ്സിലാക്കിയ അവൾ അടുത്ത ദിവസം ലഞ്ച് ബോക്സിനുള്ളിൽ ഒരു കത്ത് എഴുതി വെക്കുന്നു. തന്റെ ഭർത്താവിനയച്ച ഭക്ഷണം മാറിപ്പോയി താങ്കൾക്ക് കിട്ടിയതാണെന്ന് അവൾ അതിലെഴുതി. ആ മനുഷ്യൻ കത്ത് വായിച്ചെങ്കിലും തിരികെ മറുപടിയൊന്നും എഴുതാതെ പാത്രം മാത്രം മടക്കി അയച്ചു. മറുപടിയില്ലാത്ത വെറും പാത്രം കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി അയച്ചിട്ടും ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്നവൾ ചിന്തിച്ചു. ദേഷ്യം കാരണം അടുത്ത ദിവസം അവൾ നല്ല എരിവുള്ള ഭക്ഷണമാണ് അയാൾക്ക് കൊടുത്തയച്ചത്. ആ എരിവുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ മറുപടി അയക്കാത്തതിൽ അയാൾക്ക് വിഷമം തോന്നി. അവിടെ നിന്ന് ആ ലഞ്ച് ബോക്സിലെ കത്തുകളിലൂടെ അവർക്കിടയിൽ മനോഹരമായൊരു സൗഹൃദം വളരാൻ തുടങ്ങി.